ഫിലാഡൽഫിയയിലെ ഒരു തെരുവിന്റെ കാഴ്ചയാണിത്. ലഹരി ഉപയോഗിച്ച് ഒരുപാട് പേർ ബോധമില്ലാതെ കിടക്കുന്നു. ഒരുപക്ഷെ കേരളത്തിലെ തെരുവുകളിൽ ഇങ്ങനെ ഒരു കാഴ്ച കാണാൻ ഒരുപാട് കാലമൊന്നും വേണ്ടിവരില്ല. 2025 നടന്ന കൊലപാതകങ്ങളുടെ ലിസ്റ്റ് എടുത്തു നോക്കിയാൽ അതിൽ കൊല നടത്തിയ അധിക പേരും ലഹരി ഉപയോഗിച്ചിരുന്നു. തന്റെ മുന്നിലേക്ക് പണവുമായി വരുന്ന ഏത് പിഞ്ചു കുഞ്ഞിന്റെ കൈകളിലേക്കും ലഹരി വെച്ചു കൊടുക്കാൻ മടിയില്ലാത്ത കഴുകന്മാർ വായുന്ന നാടാണിത്. ലഹരി മാത്രമല്ല, കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ക്ലാസ്സിലെ ഒരു ചർച്ചയ്ക്കിടെ ഒരു കുട്ടി സാറിനോടൊരു ചോദ്യം ചോദിച്ചു. സാറേ, മാർക്കോ എന്ന് പറയുന്ന ഒരു സിനിമയുണ്ട്, എന്നാൽ എന്താണ് അതിന്റെ കഥ എന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല. എല്ലാവരെയും കൊല്ലുന്നുണ്ട്, എന്തിനെന്നറിയില്ല. ഈ അടുത്തിടെ ഇറങ്ങിയ മലയാള സിനിമകളുടെ കഥകൾ അന്വേഷിച്ചപ്പോൾ അത്ഭുതപ്പെട്ടുപോയി. മാർക്കോ, പണി, ആവേശം, ചുരുളി, ജല്ലിക്കെട്ട്, കില്ല്, വളർന്നു വരുന്ന നമ്മുടെ കുട്ടികൾ കണ്ടു ശീലിക്കാൻ പോകുന്ന സിനിമകളാണ് ഇവയെല്ലാം. എന്നാൽ മറ്റൊരു സത്യം എന്തെന്നാൽ ഇതുപോലെയുള്ള സിനിമകൾക്ക് മലയാളത്തിൽ ലഭിക്കുന്ന സ്വീകാര്യത വളരെ വലുതാണ്. കഴിഞ്ഞ ദിവസം തന്റെ ഉമ്മയും അനിയനും അടക്കം 5 പേരെ കൊലപ്പെടുത്തിയ ചെറുപ്പക്കാരൻ നിരന്തരമായി സിനിമകൾ കാണാറുണ്ടെന്നും പല കഥാപാത്രങ്ങളെയും അനുകരിക്കാറുണ്ടെന്നും അറിയാൻ സാധിച്ചു. രക്തപരിശോധനയിലൂടെ കൊല നടത്തുന്ന സമയത്ത് അയാൾ ലഹരി ഉപയോഗിച്ചിട്ടുണ്ടെന്നും അറിയാൻ സാധിച്ചു. ഇങ്ങനെ സിനിമയെ അനുകരിച്ച ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് മുന്നിലുണ്ട്. ദൃശ്യം കണ്ടു നടത്തിയ കൊലപാതകങ്ങൾ, ധൂം കണ്ടു നടത്തിയ മോഷണങ്ങൾ, എന്തിനേറെ പറയുന്നു KGF കണ്ട് റോക്കി ബയ്യാവാൻ നാട് വിട്ടു പോയവർ വരെ ഉണ്ട്. നമ്മൾ കേട്ട പല കൊലപാതകങ്ങളിലും സിനിമയ്ക്കും ലഹരിക്കും വലിയ പങ്കുണ്ട്. സിനിമ കൊലപാതകങ്ങൾക്ക് പ്രചോദനമാകുന്നുണ്ടെങ്കിൽ ലഹരി അവയ്ക്ക് ധൈര്യം നൽകുന്നു. ഇതെല്ലാം കേൾക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഒരു വചനമാണ് ഓർമ്മ വരുന്നത്. ജനങ്ങൾക്ക് ഒരു കാലം വരും, അന്ന് കൊന്നവർക്കറിയില്ല താൻ എന്തിനാണ് കൊന്നതെന്ന്, കൊല്ലപ്പെട്ടവർക്കറിയില്ല താൻ എന്തിനാണ് കൊല്ലപ്പെട്ടതെന്ന്. ഈ യുവതലമുറയെ നശിപ്പിക്കുന്ന ലഹരികൾ പിഞ്ചു കുഞ്ഞുങ്ങളിലേക്ക് എത്തിക്കുന്ന കൈകളെ നിങ്ങൾ കണ്ടിട്ടും കണ്ണടയ്ക്കുകയാണെങ്കിൽ ഒന്നേ പറയാനുള്ളൂ, അധികാരികളെ നിങ്ങളാണ് പ്രതി.